കനത്ത ചൂടിൽ ചിക്കൻ വിലയും ഉയരുന്നു. രണ്ടാഴ്ചക്കിടെ 1 കിലോ ചിക്കന്റെ വില 120 നിന്ന് 165 രൂപയിലെത്തി. തമിഴ്നാട്ടിലെ ചൂട് താങ്ങാൻ കഴിയാതെ കോഴികൾ കൂട്ടത്തോടെ ചത്തതാണ് വില ഉയരുവാൻ കാരണം. വില ഇനിയും ഉയരുവാനാണ് സാധ്യതയെന്ന് വ്യാപാരികളും പറയുന്നു. കനത്ത ചൂടിൽ ചിക്കൻ വിലയും കൈപ്പൊള്ളിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ വില 120 നിന്നും 165 ചൂടുകാലത്ത് ഉൽപാദന ചെലവ് വർദ്ധിച്ചതും ചൂട് താങ്ങാനാവാതെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തതും വില ഉയരാൻ കാരണമായി. കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ എത്തിച്ച മുട്ട നശിച്ചതും തിരിച്ചടിയായെന്ന് തമിഴ്നാട് ലോബി പറയുന്നു. വിലവർധന സാധാരണക്കാരെയാണ് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഫാമിലി കോഴി ഇറങ്ങുന്നില്ല. ഒന്നത് നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമല്ല, അവർക്ക് ഉൽപ്പാദനം കുറവാണ്. പിന്നെ ചൂട് കൂടുതലാണ്, കോഴി ചത്തു പോകുന്നുണ്ട്. ഫാമിൽ കോഴിയില്ല, അപ്പോൾ വില കൂടും. അപ്പം നമുക്ക് വില കുറഞ്ഞ് നിന്നാലേ കച്ചവടം കൂടുകയുള്ളൂ. കുറഞ്ഞ് നിൽക്കണം ഇപ്പോൾ വില. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 5 ബോക്സ് വരുന്നവർക്ക് 2 ബോക്സ് തീരുള്ളൂ. നമുക്ക് എപ്പോഴും കുറഞ്ഞ് നിന്നാലേ നാട്ടുകാർക്കും നമുക്കും ഗുണമുള്ളൂ. നമുക്ക് കച്ചവടം കൂടണമെങ്കിൽ വില കുറഞ്ഞ് നിന്നേ പറ്റൂ. കുറഞ്ഞ് നിൽക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കോഴി ഇറക്കുമതി ഇങ്ങോട്ട് വരുന്നില്ല. കുറേ ഫാമുകൾ പൂട്ടിപ്പോയി. അതാണ് ഇതിൻ്റെ ചൂട് കാരണം. ഫാമൊക്കെ കുറേ പൂട്ടിപ്പോയി. പിന്നെ കുറേ മുട്ട പൊട്ടിപ്പോയി. ഈ ഉൽപ്പാദനത്തിനുള്ള മുട്ട മുംബൈയിൽ നിന്നൊക്കെ വരുന്ന മുട്ട പൊട്ടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഉൽപ്പാദനം തമിഴ്നാട്ടിൽ ഇല്ല. ചൂട് കാലത്ത് തമിഴ്നാട്ടിൽ സാധാരണ ഉൽപാദനം കുറയുമെങ്കിലും ഈ വർഷത്തെ പോലെ കോഴിയുടെ വരവ് കുറഞ്ഞിട്ടില്ല. കനത്ത ചൂട് കാരണം പ്രാദേശിക ഫാമുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. അതികഠിനമായ ചൂട് ബ്രോയിലർ കോഴികൾക്ക് താങ്ങാനാവില്ല, പിടഞ്ഞു വീണി ചാകും. ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ചാണ് ചിക്കൻ വില ഉയരാൻ തുടങ്ങിയത്. ഈസ്റ്റർ വിഷു ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട് ലോബി വില ഉയർത്തിയതാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, അയ്യപ്പൻകോവിൽ.